ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെഡിങ് ആനിവേഴ്സറിന്റെ ഫംഗ്ഷന്റെ വിശേഷങ്ങളാണ് ഇപ്പോഴും എപ്പിസോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ നമ്മൾ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. രേവതിക്ക് ഒരു 4.5 ലക്ഷം രൂപയുടെ വലിയ ഓർഡർ കിട്ടുവാണ്. അതും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ട് ഏകദേശം 70,000 രൂപയോളം ചെലവ് വരും. പണം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാതെ നിൽക്കുമ്പോഴാണ് രേവതിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ തന്നെ വർഷയുടെ അടുത്തും പണത്തിനെ കുറിച്ച് ചോദിച്ചാലോ എന്ന്. അതിനെക്കുറിച്ച് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര മടിയൊക്കെ ഉണ്ട് കേട്ടോ. അനിയനാണെങ്കിൽ പോലും ഇത്രയും നാളായിട്ട് താൻ പണമൊന്നും ചോദിച്ചിട്ടില്ല. ആ ഓടിപ്പോയവനാണല്ലോ എപ്പോഴും പണം എടുത്തോണ്ട് പോവാറ്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ എടുത്ത് കടമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാവും എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ സച്ചി ഇങ്ങനെ പറയുന്നത്. രേവതിയാണെങ്കിൽ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത്ര താല്പര്യം ഇല്ലെങ്കിൽ പോലും സച്ചി അനുവാദം കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതേസമയം ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്ന് ലാപ്ടോപ്പിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്തിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം, എന്നാൽ വർഷയ്ക്ക് ആ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വർഷയ്ക്ക് കുറച്ച് ലവ് സീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതിനോടാണ് താല്പര്യം. എന്നാൽ ശ്രീകാന്തിനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനെക്കുറിച്ച് രണ്ടുപേരും കൂടി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷയ്ക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താൻ ഒറ്റയ്ക്ക് കണ്ടോളാന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എനിക്ക് ഇതുപോലത്തെ മസാല പടങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിലും നീ ഷെഫാണല്ലോ, നിനക്ക് മസാല പടങ്ങളൊക്കെ ഇഷ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് കാണാൻ സമ്മതിക്കാതെ എടുത്ത് മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി അഴിയുണ്ടാക്കുന്ന സമയത്താണ് സച്ചിയും രേവതിയും കൂടി മുറിയിലേക്ക് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ നിങ്ങൾ കിടന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങള് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് സച്ചി പറയുന്നുണ്ട്. ഉടനെ തന്നെ കാര്യം എന്താന്ന് വേഗം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർഷ പറയുന്നത്. രേവതിക്ക് ആദ്യമായിട്ട് ഒരു വലിയ ഓർഡർ കിട്ടി, അതും 4 ലക്ഷം രൂപയുടെ എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ രണ്ടുപേരും ആദ്യം ആശംസകളാണ് കേട്ടോ അറിയിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ചെലവും കുറച്ച് കൂടുതലാണ്. തുടർന്ന് രേവതിയാണ് കേട്ടോ പറയുന്നത്, മണ്ഡപത്തില് അഡ്വാൻസ് ആയിട്ട് 20,000 രൂപ തന്നിട്ടുണ്ട്. ഇനി ബാക്കി ചെലവിനെല്ലാം കൂടിയിട്ട് ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട്. എല്ലാ മണ്ഡപ ഓർഡറും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം അവര് മൊത്തം കാശൊന്നും തരില്ല, നമ്മൾ കയ്യിൽ നിന്നിട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തവണ കുറച്ച് ചെലവ് കൂടുതലാണ്. സാധനങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ വരുന്ന ചേച്ചിമാർക്കൊക്കെ പണം കൊടുക്കാനും പിന്നീട് കൊടുത്താലും മതി. പക്ഷെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പണം കിട്ടണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഉടനെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചി ഇത് നല്ലൊരു ചാൻസ് ആണ്, ഇത് മിസ്സാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 50,000 രൂപ കടമായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു തരാമെന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ മുഖത്തേക്ക് നോക്കുവാണ്. വർഷയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ ശ്രീകാന്ത് എന്റെ മുഖത്തേക്ക് നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് രേവതി പറയുന്നത്, അവൻ തരുന്നതിന് മുമ്പായിട്ട് നിന്റെ അനുവാദം ചോദിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യമെന്ന് പറയണേ. എന്തായാലും രേവതി ചേച്ചി ഇത് നല്ലൊരു ചാൻസ് ആണ്, അതുകൊണ്ട് ചേച്ചി ഇത് ചെയ്തേ പറ്റുള്ളൂ. ചേച്ചി ഇത് നല്ല രീതിയിൽ ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പണം തരാ എന്ന് വർഷ ഉടനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എപ്പോഴാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നാളെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് രേവതി പറയാണ് കേട്ടോ. അതിനെന്താ ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാ എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഫോൺ എടുക്കുവാണ്. വർഷ ഫോൺ എടുക്കുന്നത് കാണുമ്പോഴേക്കും അപ്പോ എന്റെ ചേച്ചിക്ക് ഞാൻ പണം കൊടുക്കാൻ വേണ്ടി പറ്റില്ലെന്ന് ചോദിച്ചിട്ട് ശ്രീകാന്ത് അടിയുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഫോൺ എടുക്കണമായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കയറിയിട്ട് നീയല്ലേ ഫസ്റ്റ് ഫോൺ എടുത്തത്, ഞാൻ കൊടുത്തോളാം ചേച്ചിക്ക് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രീകാന്ത് അടിയുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷ അടിയുണ്ടാക്കുന്നുണ്ട്. അവർ രണ്ടുപേരും തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. ഞാൻ കൊടുത്തോളാം എന്ന് ശ്രീകാന്തും ഞാൻ കൊടുത്തോളാം എന്ന് വർഷയും പറയുന്നുണ്ട്. അവസാനം രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഒരാൾ 25,000 ഒരാൾ 25,000 അങ്ങനെ രണ്ടുപേരും കൊടുക്കാമെന്ന്. അതിന് ഓക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഉടനെ തന്നെ പൈസ അയക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെലവുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല സച്ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അയച്ചതിന്റെ മെസ്സേജിങ് ടോൺ വരുന്നുണ്ട് കേട്ടോ ഫോണിലേക്ക്. അതിനുശേഷം നമ്മുടെ സച്ചിയാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്. സച്ചേട്ടൻ എന്തിനാണ് ഇതിനൊക്കെ താങ്ക്സ് പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ പണം അയച്ചു തരുന്നതിന് പുറമെ എന്തോരം പണം തന്നിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതുവരെ സച്ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇപ്പൊ എന്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സച്ചേട്ടന് അയച്ചു തന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. സച്ചേട്ടന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇതെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റിയ സന്തോഷത്തിലാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് രേവതിയാണെങ്കിൽ വർഷയുടെ അടുത്ത് പറയുന്നത്, സച്ചേട്ടനും അതുപോലെ ശ്രീകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ അനിയന്മാരാണ്, അവർക്കിടയിൽ ഈ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞല്ലോ, അത് വലിയ
സന്തോഷാണെന്ന് പറയുകയാണേ. ഓ ചേച്ചി അങ്ങനെയാണല്ലേ പറഞ്ഞു വരുന്നത്, അപ്പോ എന്നെ പിരിച്ചിട്ടാണല്ലേ കാണുന്നത്? അങ്ങനെയല്ല വർഷം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട്. ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ്. ചേച്ചിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാൻ വേണ്ടിട്ട് എന്തിനാ മടിക്കുന്നത്? എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തരൂ. അതല്ല വർഷേ, ഇപ്പോഴല്ലേ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഒക്കെ നടത്തിയത്. അത് മാത്രമല്ല നീ എനിക്ക് ഫോൺ മേടിച്ചു തന്നു. ഒരുപാട് ചെലവായി കാണില്ലേ? രേവതി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലല്ലേ ഉള്ളത്. ആ സമയത്ത് ഒരാൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടത്. ചേച്ചി എന്തായാലും ഈ ഓർഡർ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിട്ട് നോക്ക്, മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറയുന്നുണ്ട്. വീണ്ടും സച്ചിയും രേവതിയും താങ്ക്സ് പറഞ്ഞു കേൾക്കുമ്പോൾ സച്ചേട്ടാ വെറുതെ എന്റെ അടുത്ത് അടി മേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുവാണ് കേട്ടോ ചെയ്യുന്നത്. കാണിക്കുന്നത് നമ്മുടെ ഹേമയാണ് കേട്ടോ. ഏത് മണ്ഡപത്തിൽ കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഇൻഫർമേഷൻ നമ്മുടെ ഹേമയ്ക്ക് കിട്ടും. കാരണം ഹേമയാണല്ലോ ഒരുവിധം എല്ലാ മണ്ഡപത്തിലും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴാണല്ലോ രേവതി പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഹേമയുടെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് രേവതിക്ക് ഓർഡർ കിട്ടിയ ആ മണ്ഡപത്തില് കല്യാണം നടക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെ കുറിച്ചിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഉടനെ തന്നെ ഹേമയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ തനിക്കാണെന്ന മട്ടില് പൂ മേടിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജോലി ഓരോരുത്തർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാഫ് പറയുന്നത്, മാഡം നമുക്ക് ആ ഓർഡർ കിട്ടിയാൽ മാത്രമല്ലേ ജോലി നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ ആ ഓർഡർ നമ്മുടെ കൈവിട്ട് പോയി എന്ന് പറയാണ് കേട്ടോ. അതെങ്ങനെയാണ് നമ്മുടെ കൈവിട്ട് പോകുന്നത്? വേറെ ആർക്കാണ് ഓർഡർ കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് രേവതിയുടെ പേര് ആ സ്റ്റാഫ് പറയുന്നത്. അതെങ്ങനെയാടാ അവളുടെ കയ്യിലേക്ക് പോയത്? ഇപ്പൊ വലിയ വലിയ ഓർഡറൊക്കെ അവൾ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചു വാങ്ങാൻ വേണ്ടി തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഹേമ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അതിനുശേഷം സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ആ മാനേജർക്ക് ഇട്ടിട്ട് ഒരു കൊട്ടു കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൊട്ടു കൊടുത്തിട്ട് നാണക്കേട് മേടിച്ചു വെറ്റാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹേമ ദേഷ്യത്തിൽ ഫോൺ വെക്കാനോട്ടോ ചെയ്യുന്നത്. അങ്ങനെ രേവതിയെ അടക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരേ ഒരു വഴിയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്രമതിയുമായിട്ട് ഹേമ കൂട്ടുകൂടുന്നുണ്ട് കേട്ടോ. ഓർഡർ കൈവിട്ട് പോയ ദേഷ്യത്തില് ചന്ദ്രയുടെ അരികിലേക്ക് ചെന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ഡാൻസിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷം രേവതി നിങ്ങളുടെ മരുമകളാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ മരുമകളും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെയാണ് കേട്ടോ ആദ്യം ചോദിക്കുന്നത്. അതെന്താ ഹേമ നീ അങ്ങനെ ചോദിച്ചത്? മറ്റൊന്നുമല്ല, ഞാന് അവളടുത്ത് ഇങ്ങനെ ഇന്നലെ ചോദിക്കാനിടയായി. അവൾ എന്തിനാ ഇങ്ങനെ ഓടിച്ചാടിയിട്ട് മണ്ഡപ ഡെക്കറേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി നടക്കുന്നത്? അവൾക്ക് എവിടെയെങ്കിലും ഒരു പൂക്കട വെച്ചിട്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്താൽ പോരെന്ന് ചോദിച്ചതാണ്. ഇതിന് മറുപടിയായിട്ട് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഓടി ആടി പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ എന്റെ അമ്മായിമ്മയ്ക്ക് എന്റെ മേല് ഒരു വില ഉണ്ടാവുള്ളൂ എന്നാണ് അവൾ ആദ്യം പറഞ്ഞത്. അത് പോട്ടേന്ന് വെക്കാം. അത് മാത്രമല്ല അവള് പറഞ്ഞത്, ഇങ്ങനെ ഓടി നടന്ന് പണിയെടുത്താൽ മാത്രമേ എന്റെ അമ്മായിമ്മയുടെ അഹങ്കാരം അടക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി അവള് പറഞ്ഞു. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എത്ര നല്ലൊരു സ്ത്രീയാണ് എന്നുള്ള കാര്യം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മരുമകളെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കല്ലോ നോക്കുന്നുണ്ടാവുക. എന്നിട്ട് നിങ്ങളുടെ മരുമകൾ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കാണ് കേട്ടോ. ഇതൊന്നും രേവതി പറഞ്ഞ കാര്യങ്ങളല്ല, ചുമ്മാ രേവതിയുടെ മേലെ കുറച്ചുകൂടി ദേഷ്യം ഉണ്ടാക്കുക. അത് മാത്രമല്ല, രേവതി ഈ ഓർഡർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റിയ ഈ ചന്ദ്രയ്ക്ക് മാത്രമാണല്ലോ. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഹേമ ഇങ്ങനെ ഒരു കളിയൊക്കെ കളിക്കുന്നത് കേട്ടോ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ? അല്ലെങ്കിലും അവൾ അങ്ങനെയൊക്കെ പറയും, കാരണം ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതാണല്ലോ. എന്നിട്ടും അവളുടെ നാക്ക് കണ്ടില്ലേ? അപ്പൊ അവള് നടക്കുന്നത് എന്റെ അഹങ്കാരം അടക്കാനാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. രേവതി അങ്ങനെ പറഞ്ഞു എന്നങ്ങ് വിചാരിക്കുവാണ് ചന്ദ്ര. ഞാനിതൊന്നും നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ എത്ര നല്ലൊരു സ്ത്രീയാണ്, നല്ല കഴിവുള്ളൊരു സ്ത്രീയാണ്. എന്നിട്ട് നിങ്ങളെ കുറിച്ചിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സ് കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. നിങ്ങൾ എത്ര കലാപരമായിട്ട് നല്ല കഴിവുള്ള ആളാണ്. ഞാനും പൂക്കച്ചവടം തന്നെ ചെയ്യുന്നത്. പക്ഷെ എന്നെക്കാളും കഴിവുള്ള ഒരാളല്ലേ നിങ്ങള്. തന്റെ ജോലി വരെ താഴ്ത്തി കിട്ടുകൊണ്ട് ചന്ദ്രമതിയാണ് വലിയ ആളെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞങ്ങ് ഫലിപ്പിക്കുവാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കലിതുള്ളി ഇങ്ങനെ ദേവതയുടെ അടുത്ത് അത്രയും ദേഷ്യം അടക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താണ് ഐഡിയ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും ഇനി വരുന്ന ഒരു ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഓർഡർ അവൾ എടുത്തിട്ടുണ്ട്. ആ ദിവസമാണ്. അന്നേ ദിവസം നിങ്ങൾ അവളെ ആ മണ്ഡപത്തില് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയാൽ മാത്രം മതി. അതോട് കൂടിയിട്ട് അവളുടെ അഹങ്കാരം തീർന്നോളും. അവൾക്ക് പിന്നെ വലിയ വലിയ ഓർഡർ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുമില്ല. ഒരു ഓർഡർ എടുത്തിട്ട് അത് ചെയ്യാതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവളുടെ പേര് അതോടുകൂടി നശിച്ചു പോയിക്കോളും. പിന്നെ ആരും അവളെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഓർഡറും കൊടുക്കില്ല. അതിനു വേണ്ടിയിട്ട് താൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അന്നേ ദിവസം അവളെ മണ്ഡപത്തിൽ പോവാതെ അനുവദിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുവാണേ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ അവള് എന്റെ അടുത്ത് മാത്രമല്ല നാട്ടിൽ മൊത്തം പാർട്ടി നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവൾ ഇല്ല എന്നുള്ള കാര്യം പറയുള്ളൂ. പിന്നെ എന്റെ പേര് പറയാനും നിൽക്കണ്ട കേട്ടോ. ഞാന് ജോലിയിലുള്ള കോമ്പറ്റീഷൻ കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അവള് മാറ്റി തിരിച്ചു വിടും. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ആകെ മൊത്തം കാലി തുള്ളി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതിനുശേഷം വീട്ടിൽ തിരികെ എത്തുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ ഹാളിൽ ഇങ്ങനെ ഇരിക്കുവാണ്. രേവതി കൊണ്ടുപോയിട്ട് ചായ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു രേവതി, പക്ഷെ നീയായിട്ട് കൊണ്ടു തന്നു. ഈ വീട്ടില് എല്ലാവരുടെ മനസ്സും അറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നീ മാത്രമാണെന്ന് രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണ് ചന്ദ്ര ഉള്ളിലേക്ക് കയറി വരുന്നത്.
ചായ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്ന രേവതിയുടെ അടുത്ത് ഡീ എന്ന് പറഞ്ഞിട്ട് വിളിച്ചവിടെ നിർത്തുന്നുണ്ട്. ആ വാ അമ്മേ, അമ്മയ്ക്കും കോഫി എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണേ. അതിന് മറുപടിയൊന്നും പറയാതെ മുഖം വീർപ്പിച്ച് ഇങ്ങനെ ചന്ദ്രൻ നിൽക്കുന്നത് കാണുമ്പോൾ അമ്മ കോഫി എടുക്കണോ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ആ കോഫി എടുത്തോണ്ട് വാ, പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് വിഷം കൂടി ചേർക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് ചത്തുപോകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രേവതി ചോദിക്കുന്നുണ്ട്. നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രവിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ തന്നെ വർഷയും കൂടി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഞാനൊരാൾ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് ഇവക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്, ഒറ്റയടിക്ക് അങ്ങ് കൊന്നുകളയാന്നുള്ള പദ്ധതിയായിരിക്കും ഇവൾക്ക്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ ആഗ്രഹം എന്താന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാടി, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, കിട്ടുന്ന പണി നിർത്തിയിട്ട് നീ പോയിട്ട് അഭിനയിക്കാൻ വേണ്ടി നടക്ക്, അങ്ങനെയാകുമ്പോ നിനക്ക് നന്നായിട്ട് സമ്പാദിക്കാൻ വേണ്ടി പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് രവിയാണെങ്കിൽ ചന്ദ്രേ നീ എന്താ വന്ന് കയറി ഉടനെ തന്നെ രേവതിയെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്, എന്തെങ്കിലും അവളെ കുറിച്ച് പറഞ്ഞില്ലേ നിനക്ക് സമാധാനം കിട്ടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ആ അതിന് അവക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവള് നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് എന്നെ കുറിച്ചിട്ട്. അമ്മ ഞാൻ എന്ത് പറഞ്ഞു എന്നാണെന്ന് രേവതി ചോദിക്കുമ്പോ നീ പൂച്ചയെ പോലെ മുഖം പിടിച്ചിട്ട് പാവം പോലെ നടിച്ചോണ്ട് നടക്കുന്നതൊക്കെ ഇതാ രവിയേട്ടൻ്റെ അടുത്ത് മതി, എന്റെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കണ്ട, നീ നാട് മുഴുവൻ എന്താണ് പറഞ്ഞു നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ചന്ദ്രൻ നീ കയറി വന്നിട്ട് വായ തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ഇവളാണ് വായ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് നാട് മുഴുവൻ, നിങ്ങളെ കുറിച്ചിട്ടൊന്നും പറയില്ല, കാരണം നിങ്ങൾ കൂട്ടിക്കൊണ്ടുന്ന മരുമകളാണല്ലോ, ഇവൾക്ക് എന്നെയാണല്ലോ പിടിക്കാത്തത്, നാട്ടിലൊക്കെ ഇവള് എന്തെല്ലാം തോന്നിവാസങ്ങളാ എന്നെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആന്റിയെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞു നടന്നു എന്ന്. അതേ ശ്രുതി വീട്ടില് ഉള്ളില് അമ്മ അമ്മ അമ്മയെന്ന് വിളിച്ചോണ്ട് നടക്കും, നാട്ടിൽ പോയിട്ട് അവൾ എന്നെ കുറിച്ചിട്ട് എന്തെല്ലാം മോശങ്ങളാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നീ എന്താ തലയും വാലും ഇല്ലാതെ ചന്ദ്ര ഇവളെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും തലയിൽ പൂ വെച്ചിട്ട് കഥയുണ്ടാക്കി പറയാൻ ഇവൾക്ക് നന്നായിട്ട് അറിയുന്നത്, നീ ഇപ്പൊ കാര്യം എന്താന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ടോ എന്ന് ചോദിക്കുവാണെ അപ്പോഴും വ്യക്തമായിട്ട് കാര്യം പറയുന്നില്ലല്ലോ, നാട്ടിൽ എല്ലായിടത്തും പോയിട്ട് ഇവള് എന്നെ കുറിച്ചിട്ട് ഓരോ കഥ പറഞ്ഞ് നടക്കുവാണെന്ന് പറയുമ്പോ രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന പെണ്ണല്ല, വേണമെങ്കിൽ ചന്ദ്ര നീ പറഞ്ഞൊന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, ഞാനാണല്ലോ നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും മോശപ്പെട്ടവള്, അത്രയ്ക്ക് നിങ്ങളെ ഇവള് മാറ്റി വെച്ചിട്ടുണ്ട്, ഇവള് പറയാത്ത എന്ത് കാര്യം ഞാൻ പോയി പറയാൻ വേണ്ടി പോകുന്നത്. രേവതിയാണെങ്കിൽ അമ്മ ഞാൻ ഇതുവരെ ആരെടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആന്റി പറഞ്ഞത് കേട്ടില്ലേ, രേവതി ചേച്ചി ആരെടുത്തും ഒന്നും പറഞ്ഞില്ല എന്ന്, ഇവള് കള്ളം പറയുവാണ്, ഇവള് എന്നെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നുണ്ട്, പക്ഷെ ഇവള് എന്ത് തോന്നിയാസാ പറഞ്ഞതെന്ന് അത് ആന്റി പറഞ്ഞാലല്ലേ അറിയുള്ളൂ എന്ന് വർഷം ദേഷ്യം പിടിച്ച് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഇവള് പൂക്കെട്ടെന്നുള്ള പേരും പറഞ്ഞിട്ട് നാട് മുഴുവൻ ചുറ്റിയിട്ട് എന്റെ പേര് വിറ്റുകൊണ്ടിരിക്കുവാണ്, എല്ലാത്തിനും രവിയേട്ടൻ ഒരാളെ മാത്രം പറഞ്ഞാൽ മതി, ഉപ്പത്തൊട്ടി കിടക്കുന്ന അവളെ എടുത്ത് ഗോപുരത്തിനുള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളി ചാടുവാണ് ചന്ദ്ര നീ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് രവിയും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രയാണെങ്കിൽ എഴുന്നേറ്റ് രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട് നീ എന്തൊക്കെ തോന്നിയ ദിവസമായിട്ട് നാട്ടിൽ മുഴുവൻ പാടി നടക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഞാൻ അമ്മയെ ഒരു കാര്യം അമ്മയെ കുറിച്ചിട്ട് മോശപ്പെട്ട് പറഞ്ഞിട്ടില്ല, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ അപ്പൊ നീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ, പക്ഷെ നല്ലത് പറഞ്ഞു എന്ന് നീ പറയുന്നത് കള്ളമാണ്. ആരാണ് അമ്മയുടെ അടുത്ത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞെന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അതെ രേവതി പറയുന്നത് ചന്ദ്രൻ നീയും കേൾക്കുന്നില്ലേ, ആരാണ് വന്ന് പറഞ്ഞെന്നുള്ള കാര്യം നീയും പറ, അപ്പോഴല്ലേ കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. ഇവള് എന്നെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ തന്നെ എല്ലാവരുടെ മുമ്പിലും വിളമ്പണമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെ എന്റെ വായോട് പറയാന്നൊക്കെ ചോദിക്കുമ്പോ ആന്റി രേവതി ചേച്ചിയെ കുറിച്ചിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ആന്റി വായാലും തന്നെ പറയണ്ടേ, അല്ലാതെ മറ്റൊരു വായ കടെടുത്തോണ്ട് വന്ന് പറയാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ വർഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ചന്ദ്രയാണെങ്കിൽ മിണ്ടാതെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. തുടർന്ന് രവി ചോദിക്കുന്നത് എന്താ പറഞ്ഞെന്നുള്ള കാര്യം വിട്, ആരാണെന്നുള്ള കാര്യമെങ്കിലും പറ, അപ്പോഴല്ലേ പറഞ്ഞ കാര്യങ്ങള് സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതൊക്കെ വിശ്വാസമുള്ള ആള് തന്നെയാണ് പറഞ്ഞത്, പേര് പറയുന്നില്ല കേട്ടോ. ആന്റി വിശ്വാസമുള്ള ആളാണെന്ന് പറയുന്നു, ആളുടെ പേരും പറയുന്നില്ല, എന്താണ് പറഞ്ഞെന്നുള്ള കാര്യവും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് എന്താ പറഞ്ഞെന്നുള്ള കാര്യമെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വർഷ പറയുന്ന സമയത്ത് ഇവള് എന്റെ അഹങ്കാരം അടക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അമ്മ ഞാൻ അങ്ങനെയൊന്നും ആരുടെ പറഞ്ഞില്ല എന്ന് രേവതി പറയുമ്പോഴേക്കും നീ ചുമ്മാ കള്ളൊന്നും പറയണ്ട, നീ എന്റെ അഹങ്കാരം അടക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഈ വീട്ടിലേക്ക് കയറി വന്നത്. അമ്മ ഞാൻ അങ്ങനെ ആരെടുത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അമ്മയെ കുറിച്ച് നല്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് രേവതി പറയുന്നുണ്ട്. നീ പൂവ്യാപാരം നടത്തുന്നത് എന്നെ കുറിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നടക്കാനാണോന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ട രവിയാണെങ്കിൽ ചന്ദ്ര ഒരിക്കലും രേവതി അങ്ങനെയൊന്നും പറയത്തില്ല, ആരോ അവര് മനഃപൂർവ്വം നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ പറഞ്ഞതാണ്, അത് ശരിയാണ്, ആന്റിയെ കുറിച്ചിട്ട് വീട്ടിനുള്ളിൽ പോലും ഒരിക്കലും രേവതി ചേച്ചി മോശപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാറില്ല എന്ന് വർഷയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ ഉള്ളിൽ പറയാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് പുറത്ത് പോയി പറയുന്നുണ്ടാവുക, അല്ലാണ്ട് ആന്റി ഒരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ശ്രുതി ആന്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ശ്രുതി നീ പറഞ്ഞത് സത്യം തന്നെയാണ്, നീ ഒരാൾ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുള്ളൂ, നിനക്ക് മാത്രമേ എന്നോട് മര്യാദ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി ശ്രുതിയെ ഇങ്ങനെ പൊക്കിയടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട ഉടനെ എനിക്കും അമ്മയുടെ മേലും മര്യാദയുണ്ട്, ഞാൻ അമ്മയെ കുറിച്ചിട്ട് ആരെടുത്തും പോയിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞില്ല, അത് എവിടെ വേണമെങ്കിലും വന്നിട്ട് സത്യം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്.
നീ വേണമെന്നുണ്ടെങ്കിൽ കള്ളസത്യം ഉണ്ടോ, നീ ഇപ്പൊ ആരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. രേവതി ആണെങ്കിൽ അമ്മേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരുടെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് എന്റെ മേലെ പഴിയിടാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓഹോ നീ അത്രയ്ക്കായോടി, നീ എന്റെ അഹങ്കാരം അടക്കം മാത്രമൊക്കെ ആയോടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ചന്ദ്ര നീ ഒന്ന് നിർത്തുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതെന്ന് കേട്ടിട്ട് ഇവിടെ കിടന്ന് തുള്ളുവാണോ നീ, ആരാണ് പറഞ്ഞെന്നുള്ള കാര്യം നിനക്ക് പേരെടുത്ത് പറയാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ വിശ്വാസമില്ലാത്ത ഒരാളാണ് പറഞ്ഞെന്നുള്ള കാര്യം, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവിടെ കിടന്ന് തുള്ളാൻ വേണ്ടി നിൽക്കണ്ട. രേവതി ഒരിക്കലും അങ്ങനെ പറയില്ല, അതെനിക്ക് വിശ്വാസമാണ്, നമ്മുടെ വീട്ടിലെ പെണ്ണാണ് രേവതി, അത് ആദ്യം നീ വിശ്വസിക്കാൻ വേണ്ടി നോക്ക് ചന്ദ്രേ. രേവതി അല്ലെങ്കിലും ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല, നീ വെറുതെ ഇവിടെ കിടന്നിട്ട് ഒച്ച എടുക്കാൻ വേണ്ടി നിൽക്കണ്ട, മര്യാദയ്ക്ക് നിന്റെ പണി നോക്ക് പോ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടി ഓടിക്കുകയാണ് കേട്ടോ ചന്ദ്രയെ. ആരുടെ അഹങ്കാരം അടി അടക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ രേവതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ചന്ദ്രയാണെങ്കിൽ രേവതിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വർഷ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ഇപ്പോ ആന്റിക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ, അത് എന്തായാലും അടക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഷ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ ചെയ്യുന്നത്.